ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ മണ്ണിൽ കാല് കുത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് കാനഡിയൻ പ്രധാനമന്ത്രി പറയുന്നത്. ആ ധൈര്യം ആ രാജ്യത്തിനുണ്ടോ? ധൈര്യമൊക്കെ ഒരു രാജ്യം എന്ന രീതിയിലൊക്കെ ഉണ്ടാവും. പക്ഷേ നെതന്യാഹു കാലത്താൻ നിൽക്കില്ല. ജൂതം ഒന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട അതിൻ്റെ റെപ്ലിക്കേഷൻസ് ഉണ്ടാവും. ലോകത്തെ മിക്ക രാജ്യങ്ങളിലെയും സൈന്യത്തിലും ഇൻ്റലിജൻസിലൊക്കെ ഈ സയനിസ്റ്റുകൾ ജൂതന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇപ്പം ഈ ലോകം ഭരിക്കുന്നത് ജൂതന്മാരാണ്. ഇന്ത്യയിൽ പോലും ഇനി കേരളത്തിൽ അവരുടെ സ്ലീപ്പിംഗ് സെൽസ്. അപ്പം പിന്നെ എന്താണ് തെളിവ്? നീ ഇത്രമാത്രം ഇസ്രായേൽ സപ്പോർട്ട് എങ്ങനെ കേരളം പോലെ ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വന്നു? നീ പല റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുടെയും യൂട്യൂബ് ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ചു. അവർ ഭയങ്കര ജൂയിഷ് സിയോണിസ്റ്റ് ഇസ്രായേൽ ഫാൻസാണ്, മൊസാദ് ഫാൻസാണ്. അവർ ചിലരൊക്കെ മൊസാദ് മുസ്ലിം വിരോധം കൊണ്ടില്ലേ? മുസ്ലിം വിരോധം കൊണ്ട് മാത്രമല്ല. മുസ്ലിം വിരോധം കൊണ്ട് മാത്രമാണെങ്കിൽ അത് മറ്റു പല രീതിയിലും മറ്റു പല സ്ഥലങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടേണ്ടി. ഇത് കൃത്യമായിട്ട് ഇസ്രായേലിനെതിരെ എന്ത് പറഞ്ഞാലും അതിനെ കൃത്യമായ സോഷ്യൽ മീഡിയയിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ മലയാളി ഇറങ്ങിപ്പുറപ്പാണെങ്കിൽ മലയാളി എന്ന് വെച്ചാൽ ഇത്രമാത്രം സ്വാർത്ഥനും എനിക്കെന്ത് കിട്ടിയത് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റികൾ ഇന്ത്യയിലില്ല. കൃത്യമായിട്ട് പെയ്ഡാണ്. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഈ പറയുന്നവർ അവർ പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ അവരുടെ ആളുകളുണ്ട്. ഇവിടെ നടക്കുന്ന ചെറു ചലനങ്ങൾ പോലും അവർ എടുക്കുന്നുണ്ട്. അവർ ഇത്രയും ഇവിടെ കേരളത്തിൽ ശ്രദ്ധിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ 70s ഗൾഫ് പണം വന്നുകൊണ്ട് ഒരു ഗൾഫ് പണം കൊണ്ട് പൈസക്കാരായ കുറേ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, മറ്റു സമുദായത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കേരളം അവരുടെ ഔട്ട് പോസ്റ്റാക്കി മാറ്റണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. തെളിവൊന്നും ചോദിച്ചാൽ ഇല്ല, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമുക്കറിയാം. അതിന് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ ഉറപ്പായി കേരള സന്ദർശനം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഈ പറയുന്നതിനതിരി നാളെ ഒരു പ്രശ്നം വന്നാൽ വരാനും പോകാനുമുള്ള അവരുടെ ഔട്ട് പോസ്റ്റായിട്ട് കേരളം, അത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, മാറ്റേണ്ട പരിപാടിയുണ്ട്. ഇവിടെയുള്ള പല ആളുകളെ അവർ വിലക്കെടുത്തിട്ടുണ്ട്, പല ഓർഗനൈസേഷൻസിനെ അവർ വിലക്കെടുത്തിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ ലിങ്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇസ്രായേൽ അതിന് കൗണ്ടർ ചെയ്യുന്നു. അല്ലാതെ CIA ഒക്കെ ആയിരുന്നു ഇവിടെ താല്പര്യം, കമ്മ്യൂണിസ്റ്റ്. ഇപ്പം കമ്മ്യൂണിസത്തിനൊന്നും ലോകത്താർക്കും താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇതാണ്, ഈ ഒരു സാധനം കേരളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഏതാണ്ട് കൃത്യമായി കണക്ക് 50,000-ഓളം ഏറ്റവും മിനിമം നേഴ്സുമാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവർ ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്കത് പറ്റുമോ? ജോലിയുടെ കാര്യമില്ല. സാർ അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ നടക്കുമോ? കമ്മ്യൂണിസ്റ്റ് കേരളം എന്നൊക്കെ വാക്കല്ലേ ഉള്ളൂ. അതൊക്കെ ഐഡിയോളജി സ്ട്രോങ് ആണ്. അതായത് കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ നടക്കുന്നതാണ് പ്രശ്നം. ഇത്രയും ലെഫ്റ്റ് കമ്മ്യൂണിസം പാർട്ടിയല്ല നമ്മൾ, ലെഫ്റ്റ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? പലസ്തീൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് അതിപ്പോൾ ഹമാസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളവരായിട്ടാണ്. എന്നിട്ട് ഇത്രയും ശക്തമായ പ്രോ ഇസ്രായേൽ സാധനം വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ അങ്ങ് വരുന്നതല്ല. മനസ്സിലായി? തിരെ സപ്പോർട്ട് ചെയ്ത് RSS പോലും ആരും വരാറില്ല. വഴിയാണ് RSSനല്ലേ വരേണ്ടത്, വരാറില്ല. അപ്പം പിന്നെ ഈ നേഴ്സുമാരുടെ കുടുംബം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ ഫാക്ടറും കൂടി ഉണ്ട്. അവർ കൃത്യമായിട്ട് ആളുകളുണ്ട് ഇസ്രായേലിന് വേണ്ടി കൃത്യമായി ബൈബിളൊക്കെ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി ആളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ ആവേശത്തിന് പുറത്ത് മുസ്ലിം വിരോധത്തിന് പുറത്തും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു യൂറോപ്യൻ പശ്ചാത്തലമുള്ള കാനഡയുടെ സ്ഥിതി മറ്റൊന്നല്ല. പിന്നെ ജൂതന്മാരുടെ രീതി എന്ന് വെച്ചാൽ അവർ വേറെ ധൈര്യം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി പ്രശ്നമൊന്നും അവരുണ്ടാക്കില്ല. അവർ ജീവിക്കാൻ പഠിച്ചവർ 2000 വർഷം ഈ സ്വഭാവം കൊണ്ടൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് ഇഷ്ടംപോലെ മേടിച്ചു കൂട്ടിയവരുമാണ്. അവരുടെ ദൈവത്തിന് പോലും അവരെ ഇഷ്ടമില്ലായിരുന്നു. അതാണ് അവരുടെ കാര്യം. പലതവണ ശവിച്ചു വിട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള നെതന്യാഹു പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യുന്നതൊന്നും അവിടെ പോകുന്നില്ല. അതൊക്കെ പണിയൊന്നുമില്ല. അവൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അയാൾ പോകും. അതിൻ്റെ അയാളത് എന്ത് ശരിയാക്കുകയും ചെയ്യും. ഇപ്പോൾ മോഡിയിൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മോഡിക്ക് വിസ കൊടുക്കില്ലേ? അപ്പോൾ അവസാനത്തെ മോഡിയുടെ ഇതിപ്പോൾ ഒരു വാറണ്ട് തന്നെ ഉണ്ടല്ലോ കോടതിയുടെ. വാറൻ്റൊക്കെ മാറ്റാനാണ് ജൂതന്മാർക്ക് ബുദ്ധിമുട്ട്. ആളുകളെ കണ്ടുപിടിയിടാണ്. അവർ തന്നെ വാറണ്ട് ഒപ്പിടിക്കും. എല്ലാം സമാധാനപ്പെടുത്താൻ വേണ്ടി അവർ തന്നെ വാറണ്ട് ഉണ്ടാക്കും. അവർ തന്നെ ആവശ്യം വന്നാൽ വാറണ്ട് ഫ്രീസ് ചെയ്യിക്കും. അത്രയൊക്കെ ഉള്ളൂ. ഈ കണ്ണിൽ പൊടിയിടുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ സമാധാന കരാർ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ സമാധാന കരാർ വന്നതിന് ശേഷം തന്നെ വിവിധ ആക്രമണങ്ങൾ 98 പേരാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ 45 പേർ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ 153 കിലോ ടൺ ബോംബാണ് ഗാസയിൽ വർഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. കണ്ടവൻ്റെ മക്കളെ പേര് ബോംബിടുന്ന ഇസ്രായേലിന് എന്ത് ചെയ്തു? ഈ അവസാനിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളൊക്കെ പറഞ്ഞു അവസാനിക്കില്ല. അത് അങ്ങനെ തുടരും. അവർ വിത്ഡ്രോവൽ ചെയ്ത സമയത്ത് ഹമാസ് വന്ന് പ്രതികാരം ചെയ്തു. വരെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നു.
ഇസ്രായേലിന് ഈ യുദ്ധം നിർത്തുന്ന അല്ല, ട്രംപും ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അങ്ങനെ പറഞ്ഞ് ഇവർ നിർത്തണോ? അറബ് രാജ്യങ്ങൾക്ക് ഇത് നിർത്തണമുണ്ട്, അവരവരുടെ കാര്യം നോക്കി ജീവിക്കണമുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ നിർത്തണമില്ല, ഹമാസിന് ഇത് നിർത്തണമെന്നില്ല. ഹമാസ് വെടികൾ അമേരിക്കയ്ക്ക് നിർത്തണമെന്നില്ല. അമേരിക്ക നിർത്തണമെന്നില്ല. ട്രംപിനടക്കൊരു നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഒരു സീസ് ഫയർ ഒക്കെ കുറച്ചാലും നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇത് തീരില്ല എന്ന് നിങ്ങൾ കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് കാണാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ അനന്തമായി കിടക്കുന്ന സാധനമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാർമേഘം വന്നു കഴിഞ്ഞാൽ അത് ആകാശത്തിൻ്റെ എൻഡാന്ന് വിചാരിക്കരുത്. അതാണ് നിങ്ങൾക്കൊക്കെ പറ്റുന്ന അബദ്ധം. ഇതങ്ങനെ തീരില്ല. ഇതൊരു വലിയ ലോകമഹായുദ്ധത്തിൽ തീരുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഈ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആറ്റം ബോംബ് വരെ അതിൻ്റെ ഭാഗമാണ്. ഈ ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ചത് സൗദി അറേബ്യയിലൊക്കെ മുസ്ലിം രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് താല്പര്യമില്ല, കാരണം അത് അവർക്ക് പണിയാവും. ഇറാനാക്കി പിന്നെ ഏതായിട്ട് പാകിസ്ഥാൻ ഉണ്ടാകാൻ അവർക്ക് പ്രശ്നമില്ല. അല്ല, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് സാറ് പ്രതീക്ഷിക്കുന്നത്? ഇത് ഫൈനലി എന്ത് ചെയ്യും? ഇസ്രായേൽ ഇപ്പം ഗാസയും വെസ്റ്റ് ബാങ്ക് അവർ പിടിച്ചെടുക്കും. അതൊക്കെ അത് വലിയ ലോകം വലിയ ഗവനിക്കില്ല. അത് കഴിഞ്ഞാൽ സൗദി അറേബ്യ പിടിച്ചു. സൗദി അറേബ്യയിൽ ഒരുപാട് ഇഷ്ടം പോലെ റെയർത്തും റിസോഴ്സസും ഉണ്ട് ഭൂമിക്കടിയിൽ. മാത്രമല്ല അവരുടെ പണ്ടത്തെ ഇസ്രായേലിൻ്റെ ഭാഗമെന്ന് അവർ പറയുന്നത്. സൗദി അറേബ്യ, ലെബനൻ, സിറിയ, ഈജിപ്തിൻ്റെ കുറേ ഭാഗങ്ങൾ, തുണീഷ്യയുടെ ഭാഗങ്ങൾ അതൊക്കെ അവർ പിടിച്ചെടുക്കും. സ്വാഭാവികം മറ്റുള്ള കൈയും കെട്ടി നോക്കും. സ്വാഭാവികം അവർ തിരിച്ചടി ഇസ്രായേൽ അൺഈക്വലായിട്ട് തിരിച്ചടിക്കും. നിവന്മാരുടെ ഒക്കെ കയ്യിലുള്ള അമേരിക്ക സാധനങ്ങളാണ്. അതൊന്നും പൊട്ടുകയല്ല. അമേരിക്ക വിചാരിച്ചാൽ പൊട്ടുകയല്ല. ഇസ്രായേലിൽ പൊട്ടും. അങ്ങനെ അമേരിക്ക വിചാരിക്കും പൊട്ടണോ. അവർ സ്വന്തം സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യം വരും. അവസാനം വരുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ഐക്യം വരുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, അതെടുത്ത് ഉപയോഗിക്കും. അതിനാദ്യം ടെസ്റ്റ് ഡോസ് ഇന്ത്യയിൽ ഉപയോഗിക്കും. അതോടുകൂടി ഇന്ത്യ യുദ്ധത്തിൻ്റെ ഭാഗമാകും. പിന്നെ അങ്ങോട്ടും ആണവ യുദ്ധമായിരിക്കും. അങ്ങനെ അതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ തീർന്നു കിട്ടും, ഇസ്ലാം തീർന്നു കിട്ടും, കുറേ ജൂതന്മാർ മരിക്കും. ആ യുദ്ധത്തിൽ എന്തിനാണ് അവർ ഇന്ത്യ ആക്രമിക്കുന്നത്? അതാ പാകിസ്ഥാൻ്റെ രസം. ഇന്ത്യനെ ആക്രമിച്ചാലല്ല അവർക്ക് നീതീകരണമുള്ളൂ. ഏറ്റവും കൂടുതൽ ഇസ്രായേലിൻ്റെ ഫ്രണ്ട്, അതുപോലെ തന്നെ എന്താണ് കാഫിറുകളുടെ നാട്. നമ്മളെന്ന് അവർ ഇവിടെ വലിയ ഇസ്ലാം പ്രസംഗിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെപ്പോലെ പാകിസ്ഥാനികൾ കാഫിറായിട്ടാണ് കാണുന്നത്. അല്ലെ പാകിസ്ഥാനിൽ ജീവിക്കണമെന്നാലും അത് അവർ ഞാൻ കേട്ടത് 2 ഇന്ത്യൻ മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ട്. ഒന്ന് ദാവൂദ് ഇബ്രാഹിമും ഷിവാനിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ബീഹാറിലൊരു ഗുണ്ട MP ഉണ്ടായിരുന്നു, ലാലുവിൻ്റെ പാർട്ടിയുടെ ഷഹാബുദ്ദീൻ ജയിലായിരുന്നു. ഈ 2 പേരെയാണ് അവർ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ബോളിവുഡ് താരങ്ങൾ ഷാരിഖാനും സൽമാനും അവർ അംഗീകരിച്ചിട്ടില്ല. അത് വലിയ ആരാധകരുണ്ട്. അവർ അതൊക്കെ ഉണ്ട്, നാട്ടുകാർക്കല്ലേ. അവരുടെ ആ ഫണ്ടമെന്റലിസ്റ്റുകൾക്കില്ല. അവർ ഈ 2 കൂട്ടരെയാണ്. അന്ന് ഈ 2 കൂട്ടർ ഇയാൾ ഇത് ഭയങ്കര ഗുണ്ടയാണ് അവിടെ, ഷഹാബുദ്ദീൻ. ഇയാൾ ആൻറ്റി ഇന്ത്യനാണ്, ദാവൂദ് ഇബ്രാഹിം. അതുകൊണ്ട് അംഗീകരിച്ചു. അതാണ്. അതുകൊണ്ട് വെറുതെ ഇതും തീരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഞാനെന്താ ഇത് തന്നെ പറഞ്ഞു, എനിക്കറിയാം ഇതിങ്ങനെ തീരുള്ളൂ. അതായത് ചരിത്രം പഠിക്കണം, ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവും, ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈസി ആയിട്ട് വെച്ച് ഒഴിവാക്കി പോകും. ഈ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുന്ന അതൊരു അവസാന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകില്ലേ? പോകും. എപ്പോഴായിരിക്കും? അത് ഒരു ടൈമുണ്ട്. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഗാസ പിടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കും. എന്നിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വോട്ടവകാശം നൽകില്ല. വോട്ടവകാശം നൽകി കഴിഞ്ഞാൽ അറബികൾ നമ്പർ 1 മാറും. അതുകൊണ്ട് ചെയ്യില്ല. അവർ 2ാം കിട പൗരന്മാരാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഓട്ടോണമിയൊക്കെ കൊടുക്കും. ഇത് അവർ ചെയ്യും. ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ സാറ് പറയുന്നത് പോലെ ഈ കേരളത്തിലായിരിക്കും ഇതിന്റെ ദോഷങ്ങൾ സംഭവിക്കുക. കേരളം വെറുതെ ഈ യുദ്ധത്തിലേക്ക് എത്തും. കേരളത്തിൻ്റെ ഒരു ഭാഗമായി കേരളത്തിൽ ഭയങ്കരമായി കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷമാണ് കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടത്. മുമ്പ് ഗൾഫിൽ മുസ്ലിങ്ങളൊക്കെ പോയി, അന്ന് വലിയ. അല്ല, ഇതിന് പിന്നിൽ ആരെങ്കിലും ഗൂഢാലോചന ഉണ്ട്? ഒരു രാജ്യത്ത് നടക്കുന്ന ഈ സമരങ്ങളിൽ അനിവാര്യമാണ്, പക്ഷെ ഈ മുക്കിനും മൂലയിലുമായി ഈ സമരങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവിടെ സമയം ഖത്തറിന്നും തുർക്കിന്നും പൈസ കിട്ടുന്നുണ്ട്, സൗദി അറേബ്യ. കാരണം ഇതൊരു ഭയപ്പെടുത്തുന്ന, ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലേക്ക് ബാക്കിയുള്ള സമുദായങ്ങളെ കൊണ്ട് എത്തിക്കണം. അങ്ങനെ കമ്മ്യൂണൽ പോളറൈസേഷൻ സംഭവിക്കണം. അങ്ങനെ പോളറൈസേഷൻ സംഭവിച്ച് ഇവിടെ പ്രശ്നങ്ങളുണ്ടാവണം. പ്രശ്നങ്ങളുണ്ടായ ദോഷങ്ങൾ അത് നമുക്കറിയാം. അത് പ്രാഥമികമായിട്ട് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഈ പൈസ മേടിച്ചവനെ സാധാരണ മുസ്ലിങ്ങൾക്ക് അത് അറിയില്ല. അവരെ വിചാരം എന്ന് വെച്ചാൽ ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPM ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഒരു പരിധി കൂടെ കമ്മ്യൂണലിസം കളിച്ചാൽ CPM പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ട് തലശ്ശേരി കലാമെന്ന് CPM പ്രൊട്ടക്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? മാകാടാണെന്നപ്പോൾ അന്ന് മുസ്ലിമുകളെ തീവ്രവാദ എലമെൻറ്റുകൾ താരതമ്യേന കുറവായിരുന്നു. ഇപ്പം കൂടി വരുന്നുണ്ട്. ഇത് കൂടിക്കൂടി വന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം CPM-ന് CPM ഇല്ലാതാവുന്നതോട് CPM അങ്ങനെ തീരുമാനം എടുക്കുന്നതോടുകൂടി ഇതിനെ തടയുന്ന ഒരു ഫോഴ്സ് ഇല്ലാതാവും. ഇപ്പോഴത്തെ തന്നെ കേരളം നോക്കുക, ഭയങ്കര പോളറൈസ്ഡ് ആയിട്ട് ക്രിസ്ത്യൻസിൽ ഒരു വിഭാഗം, ഹിന്ദുസിൽ ഒരു വിഭാഗം, മുസ്ലിങ്ങളെ മേലെ ചാടി വീഴാൻ വേണ്ടി റെഡി ചെയ്യുന്നില്ല. മുസ്ലിംസിലെ കമ്മ്യൂണൽ വിഭാഗങ്ങൾ മറ്റുള്ളവരെ ചാടി വീഴാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ ചെറിയൊരു
CPM എന്നുള്ള സാധനം കേരളത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കുറേ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് CPM-നെ അവർക്ക് കുറ്റം പറയുന്നത്. അവർക്ക് എന്താ വേണ്ടത്? CPM കൂടെ ഇല്ലാതാവും. CPM കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരും തമ്മിൽ ഫൈറ്റ്. അപ്പോൾ ഇവർക്കൊരു കഷ്ണം കിട്ടും. പിന്നെ നേതാക്കന്മാർക്ക് ഫണ്ട് വരും. പണ്ട് മുസ്ലിംസ് എന്തായാലും ഇവർക്ക് അവിടെ ഹൈഡ് ഔട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ നമ്മളവിടെ പോയിട്ട് ഇസ്രായേലിനെ പോലെ അവിടെ പോയി ബോംബിടാൻ നമ്മൾ ചെയ്യില്ല. നമ്മളിപ്പോൾ അന്യാഗതനെ കഴിച്ചു തരും. ഇസ്രായേലിനെ പോലെ ബോംബിടില്ല. അത് കമ്പാരിറ്റീവ്ലി ഒരു സേഫാണ്. കേരളം ഒരു ഹോട്ട്ബുട്ടായി വെറുതല്ല. കേരളം ഇന്ന് പലരുടെയും കയ്യിൽ പണ്ട് കേരളം അമേരിക്കയുടെ കയ്യിൽ സോവിയറ്റ് റഷ്യയുടെ കയ്യിൽ അവരുടെ ഒരു കണ്ണിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. പക്ഷേ അത് അത്ര ഇൻറ്റൻസ് ആയിരുന്നു. അവർക്ക് മറ്റൊരുപാട് യുദ്ധങ്ങൾ പല സ്ഥലത്തും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സോവിയറ്റ് റഷ്യ പോയതോടെ അമേരിക്ക ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം കോൺഗ്രസിനേക്കാളും വലിയ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് പിന്നെ അമേരിക്കക്ക് അത് തട്ടൊന്നല്ല. ദേ ആർ നോട്ട് അഗൈൻസ്റ്റ് ക്യാപിറ്റലിസം. അപ്പം ഇതിപ്പം ഇവർ ഈ മുസ്ലിം രാജ്യങ്ങൾ കേരളത്തെ അവരുടെ ഒരു ഔട്ട് പോസ്റ്റാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങിയോട് കൂടിയിട്ടാണ്. അപ്പോൾ അതത്ര വിവാദങ്ങളുണ്ടാകുന്നു. അത്തരം വിവാദങ്ങളുണ്ടാകും മറ്റു കമ്മ്യൂണിറ്റികളും ജാഗരൂകരാകും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അത് നിങ്ങൾ നോക്കുക, ഈ കോവിഡ് അനന്തരം ഉള്ള കാലഘട്ടത്തിൽ ഒറ്റ ആൻറ്റി മുസ്ലിം വരം കേരളത്തിൽ വന്നത് ഈ സമയത്ത് തന്നെയാണ്. അതാണ് ഈ CPM വിചാരിച്ചിട്ട് പോലും ഇത് തടയാൻ കഴിയാത്ത രീതിയിൽ. CPM-ന് എല്ലാ വീട്ടിൽ പോയി തടയാൻ പറ്റുമോ? അതിനിടയിൽ ഹിജാബ് വിഷയമല്ല ഈ CPM വലിയ രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചു. ഹിജാബ് അങ്ങനെ അവർ കത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെന്ന് വെച്ചാൽ അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ്. അങ്ങനെ അവസാനിക്കും. അത് ഉണ്ടാക്കിയവന്മാർ അവസാനിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അത് വെറുതെ ശിവൻകുട്ടിന്റെ തലയിലാണ്. ശിവൻകുട്ടി വന്നത് ശരിയാണ്. ഭരണഘടനാനുസൃതമായി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന അല്ല, അവിടെ അങ്ങനെയല്ല. പക്ഷെ ആ സ്കൂളിൽ അത് നിരോധിച്ച ആ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് ഇത് ധരിക്കണം എന്ന് പറയുന്നതിൽ ഒരു ഇല്ലോജിക്കലാണത്. ശിവൻകുട്ടി അങ്ങനെ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ പാർട്ടിയുടെ നിലപാട് എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ അവർ പൊതുവെ മതപരമായിട്ടുള്ള ഒരു മൗലിക അവകാശത്തിന് അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറ്. അതിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ അതൊന്നല്ല. ഇത് തുടങ്ങിയവർക്ക് നിർത്തണമെന്നില്ല. അതുകൊണ്ടാണ് അവർ കുട്ടീനെ ആദ്യം സ്കൂളിൽ ചേർത്തുന്നു, പിന്നെ തിരിച്ച് കൊണ്ടുവരുന്നു, പിന്നെയും ചേർത്തുന്നു, അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്ക് അത് നിർത്താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇതിന് വില കൊടുക്കേണ്ടത് സാധാരണ മുസ്ലിങ്ങളാണ്. അത് എന്തെങ്കിലും അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. CPM ഉള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഹിന്ദുക്കൾ നല്ലൊരു പങ്കോട് CPM ആണ്. അതുകൊണ്ട് ആ CPM-നെ ദുർബലപ്പെടുത്തി അവർക്ക് തന്നെയാണ് നഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.